ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 4 ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താം. അത് 2 കസ്റ്റമൈസേഷൻ ആപ്സും 2 യൂട്ടിലിറ്റി ആപ്പുകളുമാണ്. ഈ ആപ്പുകളെല്ലാം പ്യൂർലി ഫോർ ആപ്പിളിൻ്റെ മാക്OSന് വേണ്ടിയുള്ളതാണ്. എന്നാൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഒരു ബോണസ് യൂട്ടിലിറ്റിയും കൂടെ പരിചയപ്പെടുത്താം. അത് പ്യൂർലി ഫോർ വിൻഡോസിനാണ്. പിന്നെ ഈ എല്ലാ ടൂളുകളും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഇതിലാദ്യത്തെ ആപ്പാണ് മോണിറ്റർ കൺട്രോൾ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ മാക്ബുക്കിൽ എൻ്റെ സ്ക്രീൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് സെറ്റപ്പ്. ഇതെൻ്റെ മാക്ബുക്കും ഇതെൻ്റെ അറ്റാച്ച്ഡ് സ്ക്രീനുമാണ്. അപ്പോൾ അറ്റാച്ച്ഡ് സ്ക്രീൻ എന്നുള്ളത് ഒരു 32 ഇഞ്ചിൻ്റെ ഒരു ടി വി ആണ്. മാക്ബുക്കിൽ വേണമെങ്കിൽ എനിക്ക് ബ്രൈറ്റ്നസ് നമുക്ക് കീബോർഡ് വെച്ച് നമുക്ക് കുറയ്ക്കാം. ഈ F1 F2 ബട്ടൺസ് വെച്ചിട്ട്. ടി വിയുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കണമെങ്കിൽ ഞാൻ എപ്പോഴും അതിന് റിമോട്ട് കൺട്രോൾ എടുത്ത് സെറ്റിങ്സിൽ പോയി, എനിക്കത് ഇഷ്ടമല്ല, ഇരട്ടിപ്പണിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ അതിന് പറ്റുന്ന ഒരു ആപ്പാണ് മോണിറ്റർ കൺട്രോൾ. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ ഇതുപോലൊരു ബ്രൈറ്റ്നസിൻ്റെ ഒരു ഓപ്ഷൻ വരും. ആ ബ്രൈറ്റ്നസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്റ്റഡ് ഡിസ്പ്ലേയും നമ്മുടെ ഇൻറ്റേർണൽ ഡിസ്പ്ലേയുടെയും ബ്രൈറ്റ്നസ് ഇത് കാണിക്കും. ഞാനിവിടെ എൻ്റെ മാക്കിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയാണ്. അതുപോലെ തന്നെ കൂട്ടാനും പറ്റും. ഇതിപ്പോൾ എൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. അതും എനിക്ക് ഇവിടുന്ന് തന്നെ ഒരു ആപ്പിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. റിമോട്ട് തപ്പിപ്പോയി, അത് കഴിഞ്ഞ് സെറ്റിങ്സിൽ പോയി, പിന്നെ ബ്രൈറ്റ്നസ്സിൽ പോയി അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ സമയം ഞാൻ ഒരു ആപ്പ് വെച്ച് തന്നെ ലാഭിച്ചു. എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ രണ്ടാമത്തെ ആപ്പ് എന്നുള്ളത് ടൈൽസ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ എനിക്ക് എൻ്റെ വിൻഡോസ് ലാപ്പിൽ ഇപ്പോൾ എനിക്ക് ഈ പറയുന്ന 2 വിൻഡോ ഉണ്ട്. ഇപ്പോൾ എനിക്കിത് ലെഫ്റ്റും റൈറ്റും ആയിട്ട് സ്നാപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ എനിക്ക് വിൻഡോസ് ബട്ടണും ഏതെങ്കിലും ഒരു ലെഫ്റ്റോ റൈറ്റോ ഏതെങ്കിലും ഒരു ആരോ ബട്ടണും ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി തന്നെ എനിക്കത് സ്നാപ്പ് ചെയ്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 2 വിൻഡോ ആയിട്ട് യൂസ് ചെയ്യാം. എന്നാൽ അങ്ങനെ ഒരു ഫീച്ചർ മാക്കിലില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ 2 വിൻഡോ ഉണ്ട് ബ്രൗസറിൻ്റെ തന്നെ. അപ്പോൾ എനിക്കിവിടെ അറ്റത്തുള്ള ഈ ഗ്രീൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ എനിക്ക് 2 ഓപ്ഷൻ വരും. ടൈൽ വിൻഡോ ടു ലെഫ്റ്റ് ഓഫ് സ്ക്രീൻ, ടൈൽ വിൻഡോ ടു റൈറ്റ് ഓഫ് സ്ക്രീൻ. ഇതിപ്പോൾ ഞാൻ ടൈൽ വിൻഡോ ടു റൈറ്റ് ഓഫ് സ്ക്രീൻ കൊടുത്തു കഴിഞ്ഞാൽ 2 ആപ്പും ഫുൾ സ്ക്രീനിലേക്കാണ് പോകുന്നത്. അതിനായിട്ടുള്ളതാണ് ഈ ടൈൽസ് എന്നുള്ള ആപ്പ്. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ പറയുന്ന 2 വിൻഡോ, അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫൈൻഡറിൻ്റെ വിൻഡോ ആണെന്ന് വെച്ചു, അതായത് നമ്മുടെ ഫയൽ എക്സ്പ്ലോറർ. എനിക്കിതിപ്പോൾ കൺട്രോൾ ഓൾട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ പൊക്കോളും. കൺട്രോൾ ഓൾട്ട് റൈറ്റ് കൊടുത്താൽ റൈറ്റ് സൈഡിലേക്കും പൊക്കോളും. കൺട്രോൾ അല്ല, കമാൻഡ്. അല്ലെങ്കിൽ ചെയ്യാവുന്നത് ഇവിടെ മുകളിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് വരും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഈ വിൻഡോസ് അറേഞ്ച് ചെയ്യണമെന്നുള്ളത് മുകളിൽ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഫോൾഡർ നമുക്ക് അപ്പർ ലെഫ്റ്റിൽ വയ്ക്കാം. ഈ ഫോൾഡർ ലോവർ റൈറ്റിലും കൊണ്ടുപോയി ഇങ്ങനെ പ്ലേസ് ചെയ്യാം. നേരത്തെ പോസിബിൾ അല്ലായിരുന്നു. അപ്പോൾ ഈ ടൈൽസ് ആപ്പ് വെച്ചാണ് ഇതിപ്പോൾ പോസിബിൾ ആയത്. മൂന്നാമത്തെ ആപ്പാണ് ഓൾട്ട് ടാബ് എന്നുള്ളത്. അത് വിൻഡോസിലെ ഒരു ഫീച്ചറിന് മാക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആപ്പാണ്. അത് ഇപ്പോൾ നമുക്ക് ഒരു 4-5 വിൻഡോ ഓപ്പൺ ആണ് പല ആപ്പുകളുടെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എനിക്കൊരു ഫയൽ എക്സ്പ്ലോറർ, ഒരു ഗൂഗിൾ ക്രോം വിൻഡോയും ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഓൾട്ട് ടാബ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ റൺ ചെയ്യുന്ന ഏതൊക്കെയാണോ ആപ്പുകൾ അതിൻ്റെ എല്ലാം ഒരു പ്രിവ്യൂ വെച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ക്രോം ആണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന ആ ടാബിൻ്റെ ഒരു പ്രിവ്യൂ ആണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സി ഡ്രൈവിൻ്റെ ആണെങ്കിലും ഒരു പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ മാക്കിലെ സ്ഥിതി ഇങ്ങനെയല്ല. മാക്കിൽ കമാൻഡ് ടാബ് എന്നായിരുന്നു. ഈ കമാൻഡ് ടാബ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുണ്ട്, ഏത് ആപ്പ് റണ്ണിങ് എന്നേ ഉള്ളൂ, ആപ്പിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് കിട്ടത്തില്ല ഒരിക്കലും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഓൾട്ട് ടാബ് എന്നുള്ളത്. അപ്പോൾ ഈ ഓൾട്ട് ടാബ് എന്നുള്ളത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രത്യേകിച്ച് ചെയ്യേണ്ട, ഇത് ഡ്രാഗ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോൾഡറിൽ ഇട്ടാൽ മതി. ഇതിന് ഈ ഓപ്ഷൻ ടാബ് കൊടുക്കുമ്പോൾ കണ്ടോണം, ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ ആപ്പുകളും ഓരോ പേജുകളും എല്ലാത്തിൻ്റെ പ്രിവ്യൂ സഹിതം എനിക്കിവിടെ ആക്സസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മാക് ഫ്രീവെയർ എന്നുള്ള ഈ ഫോൾഡറിൽ നിന്ന് സ്പോട്ടിഫൈയുടെ പ്രിവ്യൂ കാണണമെങ്കിൽ ഓൾട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. എനിക്ക് ആ പ്രിവ്യൂ കാണാൻ പറ്റും. നേരത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഏത് ആപ്പെന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ എൻ്റെ ബ്രൗസറിൽ ഞാൻ 2 വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ മാക് ഫ്രീവെയർ ഫോൾഡറിൽ നിന്ന് എനിക്ക് ആ ഏതെങ്കിലും വിൻഡോയിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഈ ഓൾട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ എൻ്റെ 2 ടാബുകൾ കാണിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട വിൻഡോയിൽ പോയിന്റർ കൊണ്ടുവച്ച് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ വിൻഡോ ഓപ്പൺ ആക്കി കിട്ടും. ഇതിൽ 4ാമത്തെ ആപ്പാണ് ആപ്പ് ക്ലീനർ എന്നുള്ളത്. നമ്മൾ മാക്OSൽ എപ്പോഴും ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ, അതായത് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ റെസിഡ്യൂവൽ ഫയൽ അവിടെ ഇവിടെ എല്ലാം കിടക്കും. ഇത് നമുക്ക് പെർമനൻ്റ്ലി കളയാൻ വേണ്ടിയുള്ള കുറേ ആപ്പുകളുണ്ട്. അത് മിക്കതും പെയ്ഡാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്ലീൻ മൈ മാക് എന്ന് പറയുന്നത് ഇതൊരു ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോൾഡറിലേക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് തന്നെ അത് ഇൻസ്റ്റാൾ ആവും. ഇതാണ് ആപ്പ് ക്ലീനർ എന്ന് പറയുന്നത്. അത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ഏതാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ ആപ്പ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിടുക.
ഒരിക്കൽ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻസ് ഫോൾഡറിൽ എനിക്ക് അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് വെച്ചു. ഡയറക്റ്റ് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് എവിടെയൊക്കെയാണ് അതിൻ്റെ റെസിഡ്യൂൽ ഫയലൊക്കെ എവിടെയാണുള്ളതെന്ന് എല്ലാം തപ്പിയെടുത്തിട്ട് നമുക്ക് കാണിച്ചു തരും എവിടെയാണോ അതുള്ളത്, ഏതൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ഇതാണ് ഇത്രയും ഫയലുകളാണ് ഫോട്ടോഷോപ്പിന് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റത്തിലേക്ക് കയറിയത്. ഞാനിവിടെ റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോൾഡർ ഉൾപ്പെടെ, അതായത് ഏതൊക്കെയാണോ അതിൻ്റെ സപ്പോർട്ടിംഗ് ഫോൾഡർ എല്ലാം ഉൾപ്പെടെ റിമൂവ് ചെയ്യും. റിമൂവ് ബട്ടൺ കൊടുക്കുക, എന്നിട്ട് എൻ്റെ പാസ്വേഡും കൊണ്ട് ടൈപ്പ് ചെയ്യാം. ആ ആപ്പ് നേരിട്ട് റീസൈക്കിൾ ബിന്നിൽ പോയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇവിടെ നിന്ന് ഈസി ആയിട്ട് എംപ്റ്റി ചെയ്ത് കളഞ്ഞാൽ മതി. സക്സസ്ഫുള്ളി ആപ്ലിക്കേഷൻ ഫുള്ളി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഈ വീഡിയോയിലെ ബോണസ് ആപ്ലിക്കേഷൻ. അത് വിൻഡോസിലേക്കുള്ളതാണ്. അതായത് മാക്കിൽ നിന്ന് തിരിച്ച് വിൻഡോസിലേക്ക് വരുന്നവർക്കായിട്ട് വേണ്ടി ഒരു ആപ്പ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ മാക്കിൽ യൂസ് ചെയ്യുന്നവർക്ക് എപ്പോഴും സ്ഥിരമായിട്ട് കമാൻഡ് സ്പേസ് ബാർ അടിക്കുമ്പോൾ വരുന്ന ഒരു ഫീച്ചറാണ് സ്പോട്ട്ലൈറ്റ് സെർച്ച് എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫയൽ പ്രിവ്യൂ ചെയ്യണമെങ്കിൽ, എനിക്ക് പ്രിവ്യൂ ചെയ്യണമെങ്കിൽ ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ട് സ്പേസ് ബാർ അടിച്ചാൽ ആ ഇമേജ് ഫുള്ളായിട്ട് ലോഡായി വരും. അങ്ങനെ ഒരു ഫീച്ചർ വിൻഡോസിലില്ല. ആ ഒരു ഫീച്ചർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ആപ്പ് സ്റ്റോറിൽ പോവുക, മൈക്രോസോഫ്റ്റ് സ്റ്റോർ. മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ക്വിക്ക് ലുക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഈ ഫസ്റ്റ് ആയിട്ടുള്ള ഇതാണ് ആപ്പ് ക്വിക്ക് ലുക്ക്. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഫയൽ വ്യൂ ചെയ്യാനായിട്ടാണെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്താൽ മതി. ഒരു ഇമേജ് പ്രിവ്യൂ ആണെങ്കിലും സെയിം സ്പേസ് ബാർ തന്നെ. അതുപോലെ തന്നെ ബോണസായിട്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ നേരത്തെ കണ്ട സ്പോട്ട്ലൈറ്റ് സെർച്ച് അത് കൊണ്ടുവരാനായിട്ട് ഗൂഗിളിൽ നമുക്ക് പവർ ടോയ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ മൈക്രോസോഫ്റ്റ് പവർ ടോയ്സ് എന്നൊരു ലിങ്ക് തന്നെ ഉണ്ട്, learn.microsoft.com. അതിൽ ഇൻസ്റ്റാൾ പവർ ടോയ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഇൻസ്റ്റാൾ പവർ ടോയ്സ് എന്നുള്ളതിന് താഴെ വിസിറ്റ് ദി മൈക്രോസോഫ്റ്റ് പവർ ടോയ്സ് ഗിറ്റ്ഹബ് റിലീസ് പേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇത് യൂസറിനനുസരിച്ചും എല്ലാ യൂസറിനുമായിട്ടുള്ളതുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ യൂസറിന് മാത്രമായിട്ട് മതി. അതുകൊണ്ട് ഞാൻ ഈ ആദ്യത്തെ ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 250 MB ഉണ്ട് സൈസ്. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ പവർ ടോയ്സ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ ലോഞ്ച് ആയി. ഇതിൽ ആദ്യം തന്നെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ഇത് ജനറൽ ടാബാണ്. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ടാബ് സ്ക്രോൾ ചെയ്ത് താഴ്ത്തി ചെല്ലുമ്പോഴാണ് പവർ ടോയ്സ് റൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇത് നോക്കി ഇവിടെ തന്നെ പറയുന്നുണ്ട് ഹൗ ടു ലോഞ്ച് ഓൾട്ട് സ്പേസ് എന്നുള്ളത്. നമുക്കൊന്നിട്ട് ചെക്ക് ചെയ്യാം. വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അതിൽ ഫയൽ സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മാക്കിൻ്റെ സ്പോട്ട്ലൈറ്റ് ചെയ്യുന്ന എന്ത് പരിപാടി ഇതിലും ചെയ്യാം. നമുക്കിപ്പോൾ തൽക്കാലം ലോക്കൽ സെൻറ്റ് എന്നുള്ള ആപ്പ് സെർച്ച് ചെയ്യാം. ഒന്നല്ലോ ഓപ്പൺ ചെയ്യാം. മാക്കിൻ്റെ 2 ഫീച്ചറുകൾ നമ്മൾ തിരിച്ച് വിൻഡോസിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഈ പറയുന്ന ആപ്പുകളെല്ലാം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഡു ഫോളോ us ഫോർ മോർ ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.